ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എന്താ പറയുക, കുട്ടിച്ചോപ്പറോടെ ഒരു ചെറിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവും ഞാൻ ഋഷികേഷിൽ ഞാനിപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ടൈം പരിപാടി അതൊക്കെയാണ്. കാരണം വേറെ നല്ല ചെറുതായിട്ട് ഇങ്ങനെ ചുമ, ജലദോഷം അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ നിന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു മലയാളീസാണ്, ഇവിടെ മലയാളി ചേട്ടന്മാരാണ്. അപ്പോൾ കണ്ണൂർ, മലപ്പുറം, അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, ഹോം സ്റ്റേയും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഒരു 4-5 ദിവസമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കുറച്ച് സ്റ്റേ അടിക്കുക. എന്നോട് ഇങ്ങനെ നിൽക്കാൻ പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. നോക്കട്ടെ എന്താ പ്ലാൻ എന്നൊന്നും അറിയില്ല. എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ചുമ്മാ രാവിലെ ഒന്ന് വന്ന് ഉറക്കത്തിന് എണീറ്റു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾ കണ്ടിട്ടൊന്നും തന്നെ അറിഞ്ഞൂടാ, ചിലപ്പോൾ എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരികയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടുതരിക. ഞാൻ ഇവിടുന്ന് താഴേക്ക് പോകണം. എന്താ ഇന്നിപ്പോൾ വ്ളോഗും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോർണിംഗ്. അപ്പോൾ ദാ സീക്രട്ട് വാട്ടർ ഹോൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് ആദ്യം അറിയുണ്ടാവും എന്താ സീക്രട്ട് വാട്ടർ ഫോൾ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചല്ലോ. സീക്രട്ട് വാട്ടർ ഫോൾ അല്ല അത്. അപ്പോൾ സീക്രട്ട് വാട്ടർ ഫോളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കേട്ടെ, അവിടെ തിരി കാണാം. അപ്പോൾ എന്തായി ഈ നേരെ കാണുന്നതാണ് ഞാൻ വന്ന് കുളിച്ച സീക്രട്ട് വാട്ടർഫോൾ. പക്ഷെ ഇതല്ലാണ്ട് ഇതിന് മറുവശമുണ്ട്. അത് കാണാനാണ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഞങ്ങൾ സീക്രട്ട് വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്താറായി. നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്കുള്ള പോക്കറ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു. ആ ഉണ്ട്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങട്ടെ. നമ്മുടെ ബ്രോ ഋഷി ബ്രോ ഋഷി ബ്രോ താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങടാ, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഓക്കെ, ലെഫ്റ്റ്. കുറച്ച് കഷ്ടപ്പാടാണ്. ഇതാണ് സീക്രട്ട് വാട്ടർഫോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊരു 100 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ആൾമോസ്റ്റ് സീക്രട്ട് വാട്ടർഫോൾ എത്താറായി. എന്താ പറയുക, വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം നമുക്ക് കാല് വെക്കാൻ പറ്റൂല, അമ്മാരും ഒഴുക്കാണ്. അപ്പോൾ വഴിയൊക്കെ ഉണ്ടാക്കി തപ്പി കണ്ടു വെച്ചിട്ട് വേണം പോവാൻ. ഞങ്ങളത് അങ്ങോട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ. നല്ല കിടില വഴി, ഒരു രക്ഷയില്ലാത്ത വഴി. ഇതാണ് അപ്പോൾ പറഞ്ഞ സീക്രട്ട് വാട്ടർഫോൾ. എത്തിയിട്ടില്ല, എത്തുന്നേ ഉള്ളൂ. ഇതൊക്കെ വെള്ളം തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ മരിക്കും. ഇവിടെ നിന്നാണ് സീക്രട്ട് വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യണം തന്നെ. ഞാൻ വരുമ്പോൾ കുറേ
വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു അല്ല ഇതില് ട്രക്കിങ്ങിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പർ എക്സ്പീരിയൻസോ അതിക്കും മേലെ. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഞാൻ വരുന്നത് വിചാരിച്ചല്ല, ഞാൻ ആദ്യം മുന്നേ കാണിച്ചെന്ന വാട്ടർഫോളില് അവിടെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതാണ് സൂപ്പർ വാട്ടർഫോള്. ഇതിന് ഓരോ പോർഷനിലേക്ക് എടുത്ത് കുളിക്കാം. അത് നമ്മൾ നോക്കി സേഫായിട്ട് വന്ന് കുളിക്കണം. അതുണ്ട് ഓ ഇറങ്ങാം തീർച്ചയായും. നല്ല വേപ്പുണ്ട് കേട്ടോ, ഇവിടെ കുറേ കരിവേപ്പുണ്ട്. അപ്പോൾ റൂമിലേക്ക് കുറച്ച് കരിവേപ്പ് എടുക്കണം. ഇവിടെ നല്ല ഫ്രഷ് കരിവേപ്പുണ്ട്, ഒത്തിരി ഉണ്ട്. ഇതാ ഈ കാണുന്നൊക്കെ വേപ്പാണ്. അപ്പോൾ പറ്റിച്ച കുറച്ച് പറിച്ചുകൊണ്ട് പോകണം. അപ്പോൾ വാട്ടർഫോളെത്തി. ഇനി നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിലിരുന്ന് കുളിക്കണം. വിഷുറാവ് നടന്നുകൊണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. വാട്ടർഫോളിൻ്റെ ടോപ്പിലേക്ക് എത്തി. പക്ഷേ ടോപ്പിൽ നമുക്ക് കുളിക്കാനുള്ളൊരു പോർഷനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് നോക്കിയിട്ട് കുളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ടാസ്ക് ആണെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എടുക്കാൻ ഞങ്ങൾ സീക്രട്ട് വാട്ടർഫോളിൻ്റെ എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു കുളിക്കാൻ പറ്റിയൊരു പോർഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാ കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെ എങ്ങനെയുണ്ട്. ചെറിയ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തണുപ്പ് വിറച്ച് കണ്ടാലിരിക്കുക. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ വീട്ടിലെ തണുപ്പ്. വെള്ളം മേത്ത് വീഴുമ്പോൾ ആ നീല കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ആ വെള്ളത്തിന് എന്തോരം തണുപ്പുണ്ടെന്ന്. ഇനിയും പരിപാടി കഴിഞ്ഞു. കുറച്ച് ടാസ്ക് ഉണ്ട്, നല്ലപോലെ ടാസ്ക് ഉണ്ട്. അതാണോ നമ്മൾ വരുമ്പോ ഇത് കൂടെ വന്നേ, വരുമ്പോ ഇത് കൂടെ വന്നേ. കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.